ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കളരിക്കൽ കുടുംബത്തിൽ വെച്ച് നടക്കുന്ന ആ ചടങ്ങുകളെ കുറിച്ച് ചെറിയ രീതിയിൽ ഒരു സംശയം ഗാദിയുടെ മനസ്സിലുളവായി. പ്രത്യേകിച്ച് തന്റെ അരികിൽ വന്ന് ആ മാണിക്കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗാദിയുടെ മനസ്സിനെ സംശയാലുവാക്കിയെങ്കിലും അതോടൊപ്പം തന്നെ മമ്മിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവിടെ വെച്ച് ചടങ്ങിന് ക്ഷണിക്കുന്ന ശബ്ദം കൂടി കേട്ടതുകൊണ്ട് കളരിക്കൽ എത്തിച്ചേർത്തിട്ടുണ്ടാവുമെന്നും അവിടെ ചെന്നിട്ട് തന്നോട് കളവ് പറഞ്ഞതായിരിക്കും എന്നുള്ള സംശയം ഗാദിയുടെ മനസ്സിനെ വല്ലാതെ ആഴത്ത് സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ ഗാഥ നേരെ കളരിക്കിലേക്ക് എത്തിച്ചേരണം. ഈ സമയം ഗാഥ എവിടേക്കുന്നു എത്തുന്നു എന്നുള്ള വിവരം പോലും അറിയാതെ അവിടെ കൃഷ്ണയുടെ ആ, കൃഷ്ണ പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷം അവരുടെ ആ ചടങ്ങിൽ പൂജകളും ചടങ്ങുകളും ഒക്കെ നടത്തി സന്തോഷത്തോടെ നടത്തുകയായിരുന്നു. അങ്ങനെ ഒരു വളകാപ്പ് ചടങ്ങിന് സമാനമായ രീതിയിലുള്ള ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വീട്ടിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മാണിക്കുഞ്ഞ് എത്തിച്ചേരുന്നത്. മാണിക്കുഞ്ഞ് വരുന്ന സമയത്ത് നവീൻ മാണിക്കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നു. ഇത്രയും വൈകി എന്താടോ താൻ എത്തിയതെന്നും നേരത്തെ തന്നെ തന്നോട് എത്തണമെന്ന് താൻ പറഞ്ഞതല്ലേ എന്ന് മാണിക്കുച്ചനോട് നവീൻ ചോദിക്കുമ്പോൾ, അത് നേരത്തെ എത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സർ. പക്ഷേ വഴിയിലെ ബ്ലോക്ക് കൊണ്ട്, പിന്നെ അത് മാത്രമല്ല ഞാനിവിടെ നേരത്തെ എത്തിയിട്ട് കാര്യമില്ലല്ലോ. ചടങ്ങിലിരിക്കേണ്ട ഗാഥാ മേഡം കൂടി ഇവിടെ എത്തണ്ടേ എന്നതായിരുന്നു അപ്പോഴുള്ള മാണിക്കുഞ്ഞിന്റെ ചോദ്യം. താൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഇവിടെ ചടങ്ങ് പകുതിയായിരിക്കുന്നു. അപ്പോഴാ താൻ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് ചോദിച്ച് മാണിക്കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും മാണിക്കുഞ്ഞിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെങ്ങനെ ശരിയാവും സർ? ഞാനിപ്പോ വഴിയിൽ വെച്ച് കണ്ടതല്ലേ ഗാഥാമേടത്തെ. ഗാഥാമേട ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുവോ? അത് ശരി, ഗാഥാമേട എന്നാ പറന്നു വന്നോ? ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് ഗാഥാമേട ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല സാർ എന്ന് പറഞ്ഞു മാണിക്കുഞ്ഞ് നവീനോട് തട്ടിക്കയറുമ്പോഴാണ് ആ ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് അമ്മാവനായ ഉദയൻ എത്തിച്ചേർന്നത്. ഉദയൻ വന്ന് ചോദിച്ചു, എന്താ മാണിക്കുഞ്ഞ്, എന്താ ഇവിടെ ഒരു സംസാരം കേൾക്കുന്നത്? സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് മാണിക്കുഞ്ഞ് വിവരങ്ങൾ പറയുന്നത് കൃത്യമായി കേട്ടതുപോലെ ഉദയൻ വന്ന് പറഞ്ഞത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇവിടെ 2 ഗാഥകളുണ്ട് എന്ന്. എന്നിട്ടിവിടെ ആരും വിശ്വസിക്കുന്നില്ലോ. എന്നെയും നിർമ്മലയുമൊക്കെയല്ലേ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ച് ശബ്ദം ഉയർത്തുമ്പോഴേക്കും മാണിക്കുഞ്ഞിനോട് നവീൻ ദേഷ്യപ്പെട്ടു. എടോ, താൻ ഇങ്ങനെ മണ്ടത്തരം പറയാതെ വേഗം അകത്തേക്ക് കയറി വരുന്നുണ്ടോ എന്ന് ചോദിച്ച്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു അമ്മാവൻ. താൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ഈ അമ്മാവനും മറ്റുള്ളവരുടെയും സംസാരത്തിന് കൂടുതൽ വഴിയൊരുക്കി കൊടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നവീൻ അവിടെ നിന്ന് പോകുന്നു. നവീൻ്റെ കൂടെ അകത്തേക്ക് കയറി വരുന്ന മാണിക്കുഞ്ഞ് അകത്ത് ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗാഥയെ കണ്ട് മാണിക്കുഞ്ഞ് ഞെട്ടി. ഗാഥമ്മേടോ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന സ്വീറ്റ്സുമായിട്ട് നേരെ കൃഷ്ണയ്ക്കരികിലേക്ക് എത്തി. എന്നിട്ട് ആ സ്വീറ്റ്സ് ബോക്സ് കാണിച്ചിട്ട് ചോദിച്ചു, ഗാഥ മേഡത്തിന് ഈ സ്വീറ്റ് ബോക്സ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇല്ല എന്നുള്ള രീതിയിൽ മുഖം ചൊളിച്ചിരിക്കുന്ന കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും മണിക്കുഞ്ഞ് പറഞ്ഞു, അതേ ഗാഥ മേഡം, നമ്മളിപ്പോൾ സിറ്റിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ കാണിച്ച അതേ സ്വീറ്റ് ബോക്സ് ആയത്. ഇവിടെ ചടങ്ങ് നടക്കുമ്പോൾ നേരിട്ട് തരാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങ് എടുത്തോണ്ട് പോകുന്നതാ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ആകെ സംശയത്തിലായി എല്ലാവരും. അപ്പോഴേക്കും ഗാഥയെ എവിടെയോ വെച്ച് മണിക്കുഞ്ഞ് കണ്ടു എന്നുള്ള കാര്യം ഇതിനോടകം സിത്താരയ്ക്കും സിനിക്കും ബോധ്യപ്പെട്ടു. അപ്പോഴാണ് മാണിക്കുഞ്ഞ് പറഞ്ഞത്, അതെ, എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ താൻ എങ്ങനെ ഒരു പരിഹാരം കാണുക എന്ന ആശങ്കയോടെ മാണിക്കുഞ്ഞ് അങ്ങ് നിൽക്കുമ്പോൾ നവീൻ പറഞ്ഞു, അതെ, താൻ കൂടുതലൊന്നും ആലോചിക്കൊന്നും വേണ്ട. എടോ, താൻ മര്യാദയ്ക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നാണെങ്കിൽ അതിൽ പങ്കെടുക്കുക. മറ്റുള്ളവരോടൊപ്പം നിന്ന് അവർ പറയുന്ന വിഡിതങ്ങൾക്ക് ആ, കൂടുതൽ ബലം കൊടുക്കാതെ എന്ന് പറഞ്ഞ് നവീൻ ദേഷ്യപ്പെടുന്നു. ഒടുവിൽ മാണിക്കുഞ്ഞ് താൻ കൊണ്ടുവന്ന ആ സ്വീറ്റ് ബോക്സ് അത് കൃഷ്ണയ്ക്ക് സമ്മാനിച്ചിട്ട് എത്രയും വേഗം തൻ്റെ തനിക്കും ഈ കുടുംബത്തിനുമായിട്ട് തൻ്റെ കയ്യിലേക്ക് നവീൻ സാറിൻ്റെ കുഞ്ഞിനെ വെച്ച് തരണം മേഡം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഗാഥ കളരിക്കലേക്ക് വന്നെത്തിയത്. വണ്ടി നിർത്തി പുറത്തിറങ്ങിയ ഗാഥ ജനലിനരികിൽ വന്ന കാഴ്ചകൾ കാണുന്നു. ആ സമയത്ത് മാണിക്കുഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന സ്വീറ്റ് ബോക്സ് കൃഷ്ണയ്ക്ക് സമ്മാനിക്കുന്നത് കൃഷ്ണയോട് ആ നിമിഷം മാണിക്കുഞ്ഞ് പറഞ്ഞു, അതെ, ഗാഥ മേഡത്തിനും നവീൻ സാറിൻ്റെ ഗാഥ മേഡത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുമൊക്കെ എല്ലാവിധ ആശംസകളും. എത്രയും വേഗം തന്നെ മേഡം ആ കുഞ്ഞുവാവയെ ഞങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങ് വെച്ച് തരണം കേട്ടോ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് സ്വീറ്റ് ബോക്സ് നൽകുമ്പോഴാണ് ഗാഥ ആ ഞെട്ടിക്കുന്ന വാർത്ത നേരിൽ കേൾക്കുന്നത്. അങ്ങനെ കൃഷ്ണ ഗർഭിണിയാണെന്നുള്ള വിവരം ഗാഥ മനസ്സിലാക്കുന്നു. ഗാഥ ആകെ മനസ്സ് കയറുന്നു അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗാഥയുടെ ആ വരവ് അറിയാതെ പോയ സിത്താരാം ഗാഥയാണെന്നുള്ള ധാരണയിൽ എല്ലാവരും കൃഷ്ണയെ ആ ഒരു ചടങ്ങിൽ കൃഷ്ണയ്ക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കുകയും മഞ്ഞൾ മുഖത്ത് പൂശി കൊടുക്കുകയും അങ്ങനെയൊക്കെ കൃഷ്ണയെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന സിത്താര പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ജനലിനരികിലായിട്ട് ഗാഥമോളുടെ രൂപം
സിത്താര കാണാനിടയായി. ഉടൻ തന്നെ സിത്താര ആശങ്കയോടെ സിനിയെ അവിടേക്ക് പറഞ്ഞയക്കുന്നു. സിനി വേഗം മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് പോകുന്നത് അവിടെ നിന്ന് തങ്കം കാണാനിടയായി. എന്തായിരിക്കാം കാര്യം എന്നോർത്ത് നേരെ ജനലരികിലേക്ക് നോക്കിയപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന ഗാഥയെ തങ്കം കണ്ടത്. ഉടൻ തന്നെ തങ്കം ആശങ്കയോടെ നേരെ അടുത്ത് നിൽക്കുന്ന സുനന്ദയ്ക്ക് അരികിലേക്ക് എത്തി. സുനന്ദയെ പുറത്ത് ഗാഥ വന്ന് നിൽപ്പുണ്ട്. എൻ്റെ കൃഷ്ണമോളുടെ ജീവിതം തകർക്കാനായിട്ട്. അവൾ ഇന്നത്തെ ഈ ചടങ്ങ് അലങ്കോലമാക്കാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതാ. ഒരു കാരണവശാലും അവൾ ഇതിനകത്തോട്ട് കയറി വരാൻ പാടില്ല. കളരിക്കൽ കുടുംബക്കാർ കുറച്ച് പേർക്ക് അറിയാമെങ്കിലും എല്ലാവർക്കും ഈ സത്യം അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഒരു കാരണവശാലും ഇവിടെ ഈ സമയത്ത് പുറത്തറിയാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന നിമിഷമാണ്. എൻ്റെ മോളും ഇവിടെ വളരെ സന്തോഷവതിയാണ്. ഒരു കാരണവശാലും ഈ ചടങ്ങ് അലങ്കോലമാകരുത്. ഏത് വിധേനയും അവൾ ഇവിടുന്ന് പറഞ്ഞയക്കണം. സിനി അവിടേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് തങ്കത്തിന് മനസ്സിലായി. അതുകൊണ്ട് അവളെ എങ്ങനെയും തടഞ്ഞു നിർത്തണമെന്ന് സുനന്ദയോടുകൂടി പറഞ്ഞയക്കുന്നു. സുനന്ദ ശരി തങ്കേച്ചി എന്ന് പറഞ്ഞ് വേഗം സുനന്ദയും പുറത്തേക്കിറങ്ങി. സുനന്ദയുടെയും സിമിയുടെയും ഈ നീക്കം കണ്ടപ്പോൾ സിനിയുടെയും നീക്കം കണ്ടത് ഉദയനായിരുന്നു. പുറത്തിറങ്ങിപ്പോയി ഗാഥ മേഡം എന്ന് വിളിച്ച് സിനി മാറ്റി നിർത്തി ഗാഥയോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ എന്നോട് കളവ് പറഞ്ഞതായിരുന്നല്ലേ, മമ്മി എവിടെ? മമ്മി എന്നോട് ഈയിടെയായിട്ട് കളവുകൾ മാത്രമാണ് പറയുന്നത്, എല്ലാവരും എന്നെ ചതിക്കുകയാണല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന ഗാഥയെ സമാധാനപ്പെടുത്താനായിട്ടുള്ള ശ്രമം സിനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സുനന്ദ അവിടേക്ക് ഓടിയെത്തുന്നത്. വേണ്ട, അവളെന്നെ ചതിക്കുകയായിരുന്നു. ഇനി അവൾ ഈ വീട്ടിൽ നിൽക്കണ്ട. അവൾക്ക് ഇവിടെ നിൽക്കാൻ യാതൊരു അധികാരവും അവകാശവും ഇല്ല. അവൾ ഇപ്പൊ തന്നെ ഈ കളരിക്കൽ വിട്ടു പോകണമെന്ന് പറഞ്ഞ് ഗാഥ വേഗം അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോൾ ഓടി വന്ന് സുനന്ദ ഗാഥയെ പിടിച്ചു നിർത്തുന്നു. ഗാഥ മേഡം, അതെ, എവിടേക്കായി പോകുന്നത്? ഞങ്ങളുടെ കൃഷ്ണമ്മളുടെ ജീവിതം തകർക്കാൻ നോക്കിയാലേ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സുനന്ദ ഗാഥയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴേക്കും, ആരാടി നീ എന്നെ തടഞ്ഞു നിർത്താനെന്ന് ചോദിച്ച് സുനന്ദയുടെ നേരെ തട്ടിക്കയറുന്നു. അങ്ങനെ ഒരു ബഹളം വെപ്പ് അവിടെ നടക്കുമ്പോൾ ഉദയൻ അവിടെ നിന്ന് രണ്ടുപേരെ കാണാതായതുകൊണ്ട് അവരവിടെ പോയെന്ന് അന്വേഷിച്ച് പുറത്തു വന്ന് നോക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ഗാഥയെ സുനന്ദയും സിനിയും കൂടി പിടിച്ചു നിർത്തുന്ന കാഴ്ച കണ്ടത്. ഓ, കണ്ടു, ആ രണ്ടാമത്തെ ഗാഥയെ ഞാൻ കണ്ടുപിടിച്ചു എന്ന സന്തോഷത്തിൽ വേഗം തന്നെ പുറത്തേക്ക് ഓടിപ്പോവുകയാണ് ഉദയൻ. അപ്പോഴേക്കും ഉദയനെ അന്വേഷിച്ചെത്തിയ നിർമ്മലയും ആ കാഴ്ച കണ്ടു. നിർമ്മലയും സുനന്ദനും കൂടി വേഗം തന്നെ ഓടിയെത്തി അവിടെ നിൽക്കുന്ന ഗാഥയെ പിടിച്ചു നിർത്തി. അതെ, നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞങ്ങൾ. ഈ രണ്ടാമത്തെ ഗാഥ എവിടെ പോയി എന്നതായിരുന്നു ഞങ്ങളുടെ ആശങ്ക. നീ വന്നല്ലോ, എന്തായാലും കയ്യോടെ ഇതെല്ലാവരെയും കാണിക്കണം, പാടി ഇവിടെ എന്ന് പറഞ്ഞ് സുനന്ദയുടെയും സിമിയുടെയും കയ്യിൽ നിന്ന് ഗാഥയെ പിടിച്ചു വരച്ചുകൊണ്ട് വേഗം അകത്തേക്ക് പോകാനായി നിർമ്മലയും ഉദയനും ശ്രമിക്കുന്നു. ഉടനെ തന്നെ ഗാഥ തൻ്റെ കയ്യിലിരിക്കുന്ന ആ കുപ്പിവെള്ളം എടുത്ത് രണ്ടുപേരും തലവഴി കോരി ഒഴിക്കുകയും തന്നെ വിടറോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട്, ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഗാഥ ദേഷ്യപ്പെട്ട് അവരുടെ ദേഹത്തേക്ക് വെള്ളം വീണ്ടും വീണ്ടും കോരി ഒഴിക്കുമ്പോൾ ഉടനെ ഗാഥയുടെ ഈ പ്രവൃത്തി കാരണം ഉദയനും നിർമ്മലയും അവൾക്ക് മുന്നേ പിടിച്ചു നിൽക്കാനാകാതെ ജീവനും കൊണ്ട് നേരെ കളരിക്കലേക്ക് ഓടി വരുന്നു. അകത്തേക്ക് ഓടി വന്ന് അവർ ദേഹമാസകലം നനഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ട്, എന്താ നിർമ്മലെ, എന്താ ഉദയ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് മുത്തശ്ശി ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഉടനെ ഉദയം വിളിച്ചു പറഞ്ഞു, ആ അതെ, ഞങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ല. ഞങ്ങളുടെ ഈ കോലം കണ്ടോ, ഇതിന് കാരണക്കാരിയെ ആ പുറത്ത് വന്ന് നിൽക്കുന്ന ഗാഥയ, അവളാ ഞങ്ങളുടെ ദേഹത്തെല്ലാം ഈ വെള്ളം കോരി ഒഴിച്ചത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇത് ദേഷ്യത്തോടെ ഉദയം വിളിച്ചു പറയുമ്പോൾ അത് കേട്ടതോടെ നവീനാകെ സംശയം, എവിടെ ഗാഥ വന്നെന്നോ എന്ന് പറഞ്ഞ്, നിങ്ങൾ കുറേ നാളായാലോ ഈ ഒരു കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ഇന്ന് ഇതിനൊരു അവസാനം ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നവീൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടേക്ക് നവീൻ എത്തുമെന്ന് ഉറപ്പായതുകൊണ്ട് സിനിയും സുനന്ദയും വേഗം തന്നെ ഗാഥയെ അവിടെ നിന്ന് മാറ്റുന്നു. ഗാഥയെ അവിടുന്ന് സിനി വേഗം കാലിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് സുനന്ദ അവിടെ കിടന്ന ആ ഓസ് എടുത്ത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന തൻ്റെ കാലും മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നവീൻ എത്തുകയും എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ, അതെ, ഞാൻ എൻ്റെ കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയായിരുന്നു നവീൻ സാറേ എന്ന് സുനന്ദ പറഞ്ഞു. അതിനിടയിൽ ഈ അമ്മാവനും അമ്മായിയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളം ഇരുന്നത് കൊണ്ട് ഞാൻ അബദ്ധം വെച്ചാൽ അവരുടെ ദേഹത്ത് കുറച്ച് വെള്ളം വീണു, അതിനെ ഒരു ബഹളം ഉണ്ടാക്കുന്നതെന്ന് സുനന്ദ കളവ് പറഞ്ഞു. ഉടനെ നവീൻ അപ്പോഴേക്കും അവിടെ വേറെ ആരുമില്ല, സുനന്ദ മാത്രമേ ഉള്ളൂ എന്നും സുനന്ദ ചെയ്ത ഈ പ്രവൃത്തിയാണ് ഇവരിവിടെ വന്ന് ഗാഥയാ ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും ഇനി ഇവരുടെ ഈ ശല്യം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്നും ഈ ഗാഥ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഗാഥയെക്കുറിച്ച് ഇതുപോലെ മോശമായി പറയുന്ന ഇവരെ ഇനി ഈ വീട്ടിൽ വേണോ വേണ്ടയോ എന്ന് അച്ഛനും മുത്തശ്ശി ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് നവീൻ കാരിക്കൽ കുടുംബത്തോട് ഒന്നാകെ ആവശ്യപ്പെടുന്നു.